തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ഇന്ന് കേരളത്തിലാകെ നടപ്പാക്കുന്നത്. സാധാരണ ഒരു ചൊല്ലുണ്ട്, ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ആ നിലയിൽ ഈ പദ്ധതിയെ അപകീർത്തിപ്പെടുത്താൻ, ഈ പദ്ധതിയെ ജനങ്ങൾക്കിടയിൽ തെറ്റായി ചിത്രീകരിക്കാൻ ഒക്കെയുള്ള പരിശ്രമങ്ങൾ ചില ശക്തികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ എന്തേ ഇത് നടപ്പാക്കുന്നില്ല എന്ന വിമർശനങ്ങളും ചില ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സാധാരണഗതിയിലുള്ള ഒരു സാവകാശം ആവശ്യമാണ്. ആ സാവകാശം പോലും നൽകാതെയുള്ള വിമർശനങ്ങളാണ് ചില കോണുകളിൽ നിന്ന് വളരെ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്നത്. ആ വിമർശനങ്ങൾക്കെല്ലാം അറുതി വരുത്താനും ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറയാനും സാധിക്കുന്ന ഒരു സുദിനമാണ് ഇന്ന് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. ഏത് നിലയിലാണ് ഇത് നടപ്പാക്കുക എന്നത് സംബന്ധിച്ച് സർക്കാർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഓർഡിനറി ബസ് എന്ന് പറയുമ്പോൾ അതില് ലിമിറ്റഡ് സ്റ്റോപ്പ് വരും, അതുപോലെ തന്നെ TT ബസ്സുകൾ വരും, ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും അല്ലാത്ത എല്ലാ ബസ്സുകളും, അതിന് മുകളിൽ അല്ലാത്ത എല്ലാ ബസ്സുകളും ഈ ഓർഡിനറി ബസിന്റെ പട്ടികയിൽ വരുന്നതാണ്. അതിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ സൗജന്യം ലഭിക്കും എന്നതാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പഴയ കാലത്താണെങ്കിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ സ്ത്രീകളുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു. ഇന്ന് പുരുഷന്മാരെക്കാൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകളാണ്. ആ നിലയിൽ സ്ത്രീകൾക്ക് വളരെയേറെ പ്രയോജനകരമാകുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. അത് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. അതിനനുസൃതമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ, ഇത് മാത്രമല്ല 5 പ്രധാനപ്പെട്ട പരിപാടികൾ നേരത്തെ പ്രകടന പത്രികയുടെ ഭാഗമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ അത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ നിലയിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഗവൺമെന്റിന്റെ അത്തരം തീരുമാനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനം നൽകാനും അതിനെ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ സർക്കാരിന്റെ ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പരിപാടി ഈ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. Thank you.